ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. വളരെ നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ ഒരെണ്ണം മതി വയറ് നിറയാൻ. ഇതാ കണ്ടില്ലേ, ഇത് കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കഷ്ണം മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു 2 സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് നമ്മളിതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളക്കൊക്കെ ചെറിയൊരു കളർ മാറ്റമൊക്കെ വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ സവാളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതിവിടെ ഉണ്ടാക്കാനായിട്ട് ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡ് കൊണ്ട് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ 4 സൈഡും ഇതുപോലെ ഒന്ന് കളയാം. അതിനുശേഷം ഇതിൻ്റെ മധ്യഭാഗം കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. 4 വശവും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയിൽ ചേർത്തതാണ്, കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു ഇടുങ്ങിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാത്രം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒരു ബ്രെഡ് എടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് ഫില്ലിങ്സ് വെച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ലേശം മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി അത് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണ് കൊണ്ടോ നമ്മൾ ഇതിൻ്റെ 4 വശത്തും കുറേശ്ശെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുക്കാം. 4 സൈഡും നല്ല രീതിയിലൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് കുറച്ച് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. 1 സ്പൂണോളം ഫില്ലിങ്സാണ് ഇതിലേക്ക് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും നമ്മളിതിലേക്ക് നല്ല രീതിയിൽ നിന്നും
മുട്ടയിലേക്ക് മുക്കി കൊടുക്കാം. 4 വശങ്ങളൊക്കെ ഒന്ന് ശരിക്കും മുക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ വേഗം തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. വളരെ നല്ല ടേസ്റ്റും വളരെ ഈസിയുമായിട്ടുള്ള ഈ ഇഫ്താർ സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.